ഹായ് ഫ്രണ്ട്സ്, ടെക്നിക്സ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്ത് എല്ലാം ചെയ്തിട്ടേക്ക്. അപ്പോൾ എല്ലാം സെലക്ട് ചെയ്തിട്ടേക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് അമർത്തി കഴിഞ്ഞിട്ട് വീഡിയോ കാണാവൂ, മറക്കരുത്. നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നെറ്റ് എടുക്കാനും ഫോൺ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫോണുള്ളവർക്ക് നെറ്റ് എടുക്കാനും കമ്പ്യൂട്ടർ ഉള്ളവർക്ക് നെറ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ ആണ് ഞാൻ പറയുന്നത്. ജിയോ ഒരു ഡിവൈസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ജിയോ ഡോങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം, ഉപയോഗങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. വൈഫൈ സപ്പോർട്ടാണ് ഇതിൽ. കണക്ഷൻ്റെ ഇതിനകത്ത് അവർ എഴുതിയേക്കുന്നത് 31 ഡിവൈസ് വരെ നമുക്ക് ഒരു സമയം ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അതുപോലെ 2300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈക്രോ കാർഡ് SD സപ്പോർട്ടുണ്ട്. അതായത് നമ്മളെ മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ വയർലെസ് ഷെയറിംഗ് ത്രൂ SD കാർഡ്, അതായത് നമുക്ക് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റാസ് ഇതിൻ്റെ വൈഫൈ വഴി നമുക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നാണ്, ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വോയിസ് കോളും വീഡിയോ കോളും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ റിലയൻസ് ജിയോയുടെ ഡോങ്കിളിൻ്റെ ബോക്സ്. അപ്പോൾ ഈ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് മുകളിലൊരു പ്ലാസ്റ്റിക് കവർ കോട്ടിംഗ് ഉണ്ട്. നമ്മൾ ആദ്യം ഈ കവറ് ഓപ്പൺ ചെയ്യണം. ഒരു നൈഫോ എന്തെങ്കിലും വെച്ചിത് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പേപ്പർ കവറാണ്. ഇവിടെ അവർ സീൽ ചെയ്തിട്ടുണ്ട്. സീല് പൊട്ടിക്കണം. ഓക്കെ, സീല് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ജിയോയുടെ ഡോങ്കിൾ ഡിവൈസ് തന്നെ മുകളിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം. കണ്ടോ? ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരു യൂസർ മാനുവൽ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ബോക്സ് മാത്രമേ ഉള്ളൂ. യൂസർ മാനുവലാണ്, കോൾ ചെയ്യുന്നതിനുള്ള യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, ലിമിറ്റേഷൻസും കാര്യങ്ങളും, ജിയോ വൈഫൈയുടെ അതിൻ്റെ സിം ഇടുന്നതും മെമ്മറി കാർഡ് ഇടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പേപ്പറാണ്. ഇനി ഇതിനകത്ത് ഒരു ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. സാധാരണ നമ്മൾ മൊബൈലിൻ്റെ ചാർജറാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷേ ഇതിനകത്ത് നമുക്കൊരു ചാർജർ ബോക്സിനകത്ത് തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഇത് 5 വോൾട്ടിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ഇതിനകത്ത് ഒരു തന്നേക്കുന്നത്. ഇതിൽ കാണാൻ പറ്റും 5 വോൾട്ടിൻ്റെ ചാർജറാണ്, 0.2 ആംപിയറിൻ്റെ. ഓക്കെ, വളരെ നല്ല കാര്യം ചാർജർ കിട്ടിയത്. അതുപോലെ തന്നെ ഡേറ്റ കേബിളും അവർ തന്നിട്ടുണ്ട്, ചാർജർ ചെയ്യാനുള്ള ചാർജർ കേബിളും. ഇതിൻ്റെ കൂടെ തന്നെ മൈക്രോ USB പോർട്ടാണ്, കുഴപ്പമില്ല, ചാർജർ കേബിളും ഉണ്ട്. അടുത്തത് ബാറ്ററിയാണ് ബാറ്ററിയാണുള്ളത്. ബാറ്ററിയുടെ കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2300 mAh ആണ് ബാറ്ററി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2300 mAh ആണ് ബാറ്ററി വരുന്നത്. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ല, ബോക്സിൽ കാണാൻ പറ്റും, വേറെ ഒന്നുമില്ല ബോക്സിനകത്ത്. നമ്മളുടെ ജിയോയുടെ ഡിവൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഗ്ലോസി ഫിനിഷാണ് ചെയ്തേക്കുന്നത്. നടുക്കൊരു പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ മുകളിൽ ജിയോ എന്നൊരു ലോഗോ എഴുതിയിട്ടുണ്ട്. കണ്ടിട്ട് ഗ്ലാസ് പോലെ ഇരിക്കുമെങ്കിൽ ഇത് ഗ്ലാസ് അല്ല, ഇത് ഫൈബറാണ്. നമുക്ക് ഇത് തട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇത് ഫൈബർ പീസാണ്.
താഴെ സാധാ പ്ലാസ്റ്റിക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സൈഡിൽ നമുക്ക് ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. മൈക്രോ USB-യുടെ ചാർജിങ് പോർട്ടാണ് വരുന്നത്. അതുപോലെ സൈഡിൽ നമുക്ക് വയർലെസ് കണക്ഷൻ, അതായത് നമ്മൾ വൈഫൈ ഉപയോഗിച്ചാണ് നെറ്റ് കണക്ഷൻ ചെയ്യേണ്ടതെങ്കിൽ വയർലെസ് കണക്ഷൻ ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ കാണാം. പിന്നെ ഈ മുകൾ സൈഡിലായിട്ട് ഡിസ്പ്ലേ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല, LED ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ഇടാനായിട്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ സൈഡിൽ താഴെയായിട്ട് ഒരു ഗ്രൂവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളുടെ നെയിൽ കയറ്റിയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് 2 പോർട്ട് കാണാൻ പറ്റും. ഇത് ഒരെണ്ണം സിമ്മിൻ്റെ പോർട്ടും ഒരെണ്ണം മൈക്രോ SD കാർഡിൻ്റെ പോർട്ടുമാണ്. അപ്പോൾ സിം ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഇത് ഓപ്പണായി വരും. അതിനുശേഷം സിം ഇടാം. അതുപോലെ മെമ്മറി കാർഡ് ഇടുന്നത് റൈറ്റിലേക്ക് ഒന്ന് പുള്ള് ചെയ്ത് കൊടുത്താൽ മെമ്മറി കാർഡ് ഓപ്പൺ ആകും. ഓക്കെ, അപ്പം ഞാൻ സിം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ സിം മേടിച്ചിട്ടുണ്ട്. ഈ ഒരു സിം മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സിം ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ഇടാൻ പറ്റുന്ന സിം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റും. നാനോ സിമ്മാണ് നമുക്ക് ഇതിൽ ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിത് സിം ഇടാൻ പോവാണ്. ഓപ്പണാക്കി തിരിച്ചാണ് ഇടുന്നത്. ഓക്കെ, അതിന് ശേഷം ഇത് വയ്ക്കുക, പുള്ളി ചെയ്യുക, തിരിച്ച് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അതിനകത്ത് ഇൻസെർട്ടായി. ഇനി ബാറ്ററി ഇടാം. ബാറ്ററിയുടെ പോർട്ട് പിന്നെ ഈ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ഇടുക. ക്ലോസ് ചെയ്തു, ക്യാപ്പ് അടയ്ക്കാം. നമുക്ക് പവർ ഓൺ ആക്കാം. ഓക്കെ, ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇതിൽ കാണാൻ പറ്റും റേഞ്ച് കാണിക്കുന്നുണ്ട്. ഡാറ്റ കണക്ഷൻ ഓൺ ആണെങ്കിൽ അതിൻ്റെ കാണിക്കുന്നുണ്ട്. വൈഫൈയുടെ സിഗ്നലുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും നെറ്റ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിങ്ക് ആയിട്ടുള്ളതിൻ്റെ സിഗ്നലാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററിയിലത് താഴെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റേഞ്ച് ബ്ലൂ ആണ് കാണിക്കുന്നത്. അതുപോലെ വൈഫൈയുടെ കണക്ഷനും വരുന്നുണ്ട്. നിങ്ങളിതിൽ കാണുന്ന പോലെ ഇപ്പം ബ്ലൂ ആണ് റേഞ്ച് കാണിച്ചേക്കുന്നത്. ബ്ലൂ റേഞ്ച് ആണെങ്കിൽ നെറ്റ്വർക്ക് സിഗ്നൽ മീഡിയം ആണ്, അതായത് നമുക്ക് മീഡിയം ലെവലിൽ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെന്നാണ്. അത് ഗ്രീൻ ആവുന്നെങ്കിൽ നല്ല റേഞ്ച് ഉണ്ടെന്നാണ് അർത്ഥം. റെഡ് ആണെങ്കിൽ ഒട്ടും സിഗ്നൽ കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. ഇതിൽ ബ്ലൂ ആണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്കൊരു ഡിവൈസ് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് കാണിക്കാം. ഇത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോണിൽ വൈഫൈ ഓൺ ആണ്. ഞാൻ ഫോൺ എടുത്തു, വൈഫൈ ഓൺ ആക്കി. നിങ്ങൾക്ക് കാണാം, ഞാനിതിൽ പ്രസ് ചെയ്തു, വൈഫൈ കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പം ബ്രൗസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് റേഞ്ച് കുറഞ്ഞൊരു ഭാഗത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് കുറവായിരിക്കും. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര സ്പീഡാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ 660 kbps ആണ് കാണിക്കുന്നത്. ഓക്കെ, 2 Mbps. എനിക്ക് മൊബൈലിൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും നെറ്റ് സ്പീഡ് കിട്ടാറില്ല. പക്ഷേ ഈ ഡിവൈസിൽ എനിക്ക് കുറച്ചുകൂടി സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നെറ്റ് റേഞ്ച് കുറവായ സ്ഥലത്താണെങ്കിലും കുറച്ചുകൂടി നല്ല നെറ്റ്വർക്ക് സ്പീഡ് നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും 2.1 Mbps ആയി. ഓക്കെ, റേഞ്ച് കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. അതിൽ സ്പീഡ് കൂടിയും കുറഞ്ഞാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് 2 Mbps മേളിൽ സ്പീഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും 1ന് മുകളിൽ നമുക്ക് സ്പീഡ് എന്തായാലും ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1.8 എത്തിയാണ് അത് സ്റ്റോപ്പ് ആയേക്കുന്നത്. അപ്പോൾ അത്രയും നല്ല സ്പീഡ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു യൂട്യൂബിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നല്ല സ്പീഡുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നല്ല സ്പീഡിലാണിത് ആവുന്നത്. ഓക്കെ, നമുക്ക് സ്ട്രീമിങ്ങിനൊന്നും ഒരു പാടുമില്ല.
ഒരു ലാഗും ഇല്ല, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നെറ്റിന് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം വളരെ നല്ലൊരു ഡിവൈസാണ്. അപ്പോൾ നിങ്ങളിപ്പം പഠിക്കാനൊക്കെ ആയിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളതാണ് വേണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് MRP അടിച്ചേക്കുന്നത് 2499 രൂപയാണ്. പക്ഷേ ഈ ഡിവൈസിൻ്റെ വില 2000 രൂപയാണ് ഡിവൈസിൻ്റെ വില. പിന്നെ അതിൽ റീചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു 199 രൂപ പ്ലാനാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. 6 മാസത്തേക്കാണ് ആ പ്ലാനുള്ളത്. 1.5 GB ആണ് അതിനകത്ത് നമുക്ക് ഡെയിലി കിട്ടുന്ന ഡേറ്റ. അതുപോലെ തന്നെ നമുക്ക് വോയിസ് കോളും വീഡിയോ കോളിങ്ങും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ 100 രൂപ 98 രൂപ അവർ എക്സ്ട്രാ മേടിക്കുന്നുണ്ട്, അത് ജിയോ പ്രൈം മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടാണ്. അതും 1 ഇയറിലേക്ക് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 2300 രൂപയാണ് എനിക്ക് ചിലവായത്. അപ്പോൾ വളരെ നല്ല ഡിവൈസാണ്. എനിക്കിവിടെ ഫോണിൽ റേഞ്ച് കുറവാണ്. ജിയോയുടെ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ട് ജിയോയുടെ ഫോണിൽ റേഞ്ച് കുറവാണ്, പക്ഷേ ഈ ഡിവൈസിൽ എനിക്ക് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. ഞാൻ ഫോണിൽ എനിക്ക് 100 KB ഒക്കെ മാക്സിമം അതിൽ സ്പീഡ് കിട്ടിയിട്ടുള്ളായിരുന്നു. കാരണം ഒരു സിഗ്നൽ സ്ട്രെങ്ത് മാത്രമേ എനിക്കതിൽ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നീലയാണ് വന്നേക്കുന്നത്. നീല വരുമ്പോൾ നമുക്കത് മീഡിയം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഗ്രീൻ ആണെങ്കിൽ നല്ല സിഗ്നൽ കിട്ടും. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ഈ ഡിവൈസ് മേടിക്കട്ടെ, നെറ്റ് ഉപയോഗിക്കട്ടെ, കുട്ടികളൊക്കെ പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ സോറി എന്നും പറയാറുള്ള പോലെ എപ്പോഴും അത് പറഞ്ഞ് ശീലമായിപ്പോയി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്തിട്ടേക്കാം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.